എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ആങ്സൈറ്റി ഉള്ളവർ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉള്ളവർ, പാനിക് ഡിസോർഡർ ഉള്ളവർ, OCD ഉള്ളവർ, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ആങ്സൈറ്റി, ഈവൻ ഡിപ്രഷൻ ഉള്ളവർക്കടക്കം ആങ്സൈറ്റി വരാറുണ്ട്. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, അതൊരു മാനസിക രോഗമല്ല. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള, വരാൻ പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള, ഇന്നില്ലാത്തൊരു സാഹചര്യം ഇനി ഉണ്ടാകുമോ, ഇന്നില്ലാത്തൊരു പ്രശ്നം നാളെ ഉണ്ടാകുമോ, ഇനി ഉണ്ടാകുമോ എന്നെല്ലാമുള്ള ചിന്തകളെയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഈ ആങ്സൈറ്റി നമുക്ക് ജനിച്ച ദിവസം മുതൽ നമ്മുടെ കൂടെ ഉണ്ട്, മരണം വരെയും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ ആങ്സൈറ്റി ഡിസോർഡറിലും പാനിക് ഡിസോർഡറിലും OCDയിലുമെല്ലാം ഈ പറയുന്ന ആങ്സൈറ്റിയുടെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ ജനിച്ച ദിവസം മുതൽ മരണം വരെ നമുക്കുള്ള ഈ പറഞ്ഞ ആങ്സൈറ്റിയുടെ തന്നെ ഒരല്പം കൂടിയ വെർഷനാണ്, കൂടിയ ഒരു സാഹചര്യം ആണ്, കൂടിയ ലക്ഷണങ്ങളാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ കൂടിയ ലക്ഷണങ്ങൾ വരുന്നു എന്ന് പറഞ്ഞത് ഒരു ആങ്സൈറ്റി അല്ലാതാവുന്നില്ല. അത് അപ്പോഴും ആങ്സൈറ്റി തന്നെയാണ്. കണ്ടിന്യൂസ് ആയി വരുമ്പോൾ അതിന് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നു. പാനിക് അറ്റാക്കിന് ശേഷം വരുന്ന സമയത്ത് അതിന് പാനിക് ഡിസോർഡർ, പാനിക് വീണ്ടും വീണ്ടും വരികയും അതുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റി വരുമ്പോൾ അതിനെ പാനിക് ഡിസോർഡർ എന്ന് വിളിക്കുന്നു. OCDയുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റിനെ ഉള്ള ആങ്സൈറ്റിയാണ് വിളിക്കുക, പക്ഷേ അത് ഒബ്സഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഡിപ്രഷനിൽ വരുന്ന ആങ്സൈറ്റിയും ഈ പറയുന്ന സാധാരണ ആങ്സൈറ്റി പോലെ തന്നെയാണ്. വരാനുള്ള വിഷയങ്ങൾ, ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കുക. എന്തായാലും അതൊരു പേടിയാണ് എന്നർത്ഥം. അപ്പോൾ സാധാരണഗതിയിൽ ആങ്സൈറ്റി ഉള്ള ആളുകൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻറ്റ് ബോക്സ് വായിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്ക് ഞാൻ യൂട്യൂബ് ലൈവിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് എന്നോട് സംശയങ്ങൾ ചോദിക്കാം. എനിക്ക് അറിയാവുന്ന മറുപടികൾ ഞാൻ പറഞ്ഞു തരാം. ആങ്സൈറ്റി ഉള്ളവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതിലൊന്നാമത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം, പോഷക സമീകൃതമായ ഭക്ഷണം കഴിക്കുക. സമാധാനമായി നല്ല ഉറക്കം ഒരു ശീലമാക്കുക. കഫെയിൻ അതിൻ്റെ ഇൻടേക്ക്, കഫെയിൻ എന്ന് പറഞ്ഞ പദാർത്ഥത്തിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക. ഒരു കാപ്പി കുടിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ഒരു കാപ്പി കുടിക്കും, പിന്നെ കടയിൽ പോയി കൊക്കക്കോല പോലെയുള്ള അല്ലെങ്കിൽ പെപ്സി പോലെയുള്ള കൂൾ ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ കാപ്പിനേക്കാളും ഏറ്റവും കൂടുതൽ കഫൈൻ അടങ്ങിയിരിക്കുന്നത് ഒരു പക്ഷേ പെപ്സിയിലും കൊക്കക്കോളയിലും എല്ലാം ആയിരിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. നല്ല ഉറക്കം ശീലിക്കുക, കഫൈൻ പരമാവധി ഒഴിവാക്കുക, അതേപോലെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ചെയ്യേണ്ടതായിട്ടുള്ള രണ്ടാമത്തെ കാര്യം, ആങ്സൈറ്റി ഉള്ളവർ ചെയ്യേണ്ടതായിട്ടുള്ള രണ്ടാമത്തെ കാര്യം നല്ലപോലെ വ്യായാമം ശീലമാക്കുക എന്നുള്ളതാണ്. അതായത് വ്യായാമം നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിൽ എൻഡോർഫിൻ്റെ അളവ് വർദ്ധിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ സ്വാഭാവികമായും സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപാമൈൻ എന്നുള്ളവയുടെ അളവും വർദ്ധിക്കുന്നു. എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഊർജ്ജസ്വലരായി അനുഭവപ്പെടുന്നു. കോർട്ടിസോൾ കുറയുകയും ചെയ്യുന്നു. ഇത് ആങ്സൈറ്റിക്ക് നല്ലപോലെ ഗുണകരമാവും. ആങ്സൈറ്റി ഉള്ളവർ ചെയ്യേണ്ട മറ്റൊരു കാര്യം മെഡിറ്റേഷൻ ഉറപ്പായും ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യുക, വീക്ഷിക്കുക എന്നുള്ളതേ അതിനർത്ഥമുള്ളൂ. മെഡിറ്റേഷനിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യണം എന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല. ഫോക്കസ് ചെയ്യരുത് എന്നേ പറയാം. ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ ആ ഫോക്കസ് ചെയ്യുന്ന വിഷയത്തിലേക്ക് മാറിപ്പോകും. നമ്മുടെ മനസ്സിൽ ധാരാളം ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വിഷയത്തിലും ഫോക്കസ് ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് മെഡിറ്റേഷൻ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് ചെയ്യുവാനുള്ളതല്ല. നിങ്ങളൊരു സ്ഥലത്ത് സമാധാനമായി 5-10 മിനിറ്റ് ഇരുന്ന് നിങ്ങളുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുക. ഈ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പാളിപ്പോകാം. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. പാളിപ്പോയ മനസ്സിനെ ആ ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ മതി. വീണ്ടും പോയാൽ വീണ്ടും കൊണ്ടുവരിക. അത്രയേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. മെഡിറ്റേഷനിൽ ഫോക്കസ് കിട്ടുന്നില്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. ആങ്സൈറ്റി ഉള്ളവർ ചെയ്യേണ്ട മറ്റൊരു കാര്യം ചുറ്റുപാടും പോസിറ്റീവായ ആളുകളെ കൂട്ടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ചുറ്റുപാടിൽ നമ്മുടെ കൂടെയുള്ളവർ പോസിറ്റീവാണ് എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്.
ആങ്സൈറ്റി ഉള്ളവർ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഹോബീസിൽ ഏർപ്പെടുക. നിങ്ങൾക്ക് റിലാക്സേഷൻ ലഭിക്കുന്ന ഹോബീസോ അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുക. പുസ്തകം വായിക്കാം, ചിത്രങ്ങൾ വരയ്ക്കാം, ജേർണലിംഗ് ചെയ്യാം. അങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നർത്ഥം. ആങ്സൈറ്റി ഉള്ളവർ ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ തന്നെ ക്ഷമിക്കുവാൻ പഠിക്കുക എന്നുള്ളതാണ്. തെറ്റുകൾ പലപ്പോഴും സംഭവിക്കാം, വിഷമങ്ങൾ പലപ്പോഴും സംഭവിക്കാം, തെറ്റായ ചിന്തകൾ വരാം, തെറ്റായ പെരുമാറ്റ രീതികൾ വരാം. ആങ്സൈറ്റി ഉള്ളവർ എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കാം. അതിനനുസരിച്ച് അവർ ഒരു പക്ഷെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു എന്ന് വരാം. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ മാറുകയില്ല എന്ന് മനസ്സിലാക്കുകയും പതിയെ അതെല്ലാം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഈ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായി ഞാനൊന്നും കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് സ്വയം പനിഷ്മെൻറ്റ് ചെയ്യാനോ സ്വയം ചീത്ത പറയാനോ ഞാൻ തയ്യാറല്ല. ഞാൻ എന്നോട് ക്ഷമിക്കാൻ പ്രാപ്തനാണ് എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടാകണം. ഇനി ആങ്സൈറ്റി ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. ആങ്സൈറ്റി ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി നമ്മളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ എന്നോട് സംസാരിക്കുമ്പോഴെല്ലാം പറയാറുണ്ട്, ഞാൻ ഈ ആങ്സൈറ്റി കാരണം വളരെയധികം ബുദ്ധിമുട്ടിലാണ്. എൻ്റെ കൂടെയുള്ളവരെല്ലാം ജോലി കിട്ടിപ്പോയി, എൻ്റെ കൂടെയുള്ളവരെല്ലാം നല്ല സ്ഥലത്താണ്, നല്ല സാഹചര്യത്തിലാണ്, ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയി. എൻ്റെ കൂട്ടുകാർക്കാർക്കും ആങ്സൈറ്റി ഇല്ലല്ലോ, പിന്നെ എനിക്ക് എന്തിനാ വന്നത് എന്നെല്ലാമുള്ള ചിന്തകൾ. അതൊരിക്കലും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാവരുടെ ജീവിത സാഹചര്യവും വ്യത്യസ്തമാണ്. ഇത് മനസ്സിലാക്കിയാൽ മതി. ആങ്സൈറ്റി ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത അടുത്ത കാര്യം, നമ്മുടെ ചിന്തകളെ മോശമായി കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചിന്തകളുടെ മേൽ ഹാർഡായി ചെല്ലേണ്ട ഒരു കാര്യവുമില്ല. ചിന്തകളൊക്കെ വരും, കുറച്ച് നേരം കഴിയുമ്പോൾ പോകും. ചിന്തകൾ ആങ്സൈറ്റിയായി മാറാം, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ അതത്ര വലിയ മാനസിക രോഗമൊന്നുമല്ല, അതൊന്നും സാരമില്ല, മാറിക്കോളും എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരിക തന്നെ വേണം. ആങ്സൈറ്റി ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത വേറൊരു കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ഒരിക്കലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക, മറ്റൊരു ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാതിരിക്കുക, മറ്റൊരു സമയത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ചെയ്യാനുള്ളത് പരമാവധി ഇപ്പോൾ ചെയ്യുക എന്നർത്ഥം. കാരണം പോസ്റ്റ്പോൺ ചെയ്യുമ്പോൾ അത് കൂടുതൽ ആങ്സൈറ്റിയെ ക്ഷണിച്ചിലെത്തുകയാണ് ചെയ്യുക. ആങ്സൈറ്റി ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം, പരമാവധി ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കാവരുത്. എപ്പോഴും മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം. അത് ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എപ്പോഴും ഒറ്റയ്ക്കാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കും, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കും. വളരെ തെറ്റായ ഒരു സമീപനമാണത്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുവാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുവാൻ നിർബന്ധമായും ശീലിക്കുക. അതേപോലെ ആങ്സൈറ്റി ഉള്ളവർ ചെയ്യരുതാത്ത മറ്റൊരു കാര്യം, സ്വയം ഓവർലോഡ് ചെയ്യാതിരിക്കുക. താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുമ്പോൾ താങ്കൾക്ക് പറ്റാവുന്ന റെസ്പോൺസിബിലിറ്റീസ് മാത്രം ഏറ്റെടുത്താൽ മതി. ബാക്കിയുള്ളത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് സ്വയം ഉറപ്പാക്കുക. ഇതെല്ലാമാണ് ആങ്സൈറ്റി ഉള്ളവർ സാധാരണഗതിയിൽ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ 6 കാര്യങ്ങൾ വീതം. നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാം. ആങ്സൈറ്റി ഉള്ളവർ, സ്ട്രെസ് ഡിസോർഡർ ഉള്ളവർക്കും ഇതേ ഘടകങ്ങൾ തന്നെ ഗുണപ്രദമായി വരും. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.